തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് വിഷയത്തിൽ സർക്കാരിൻ്റേത് ഗുരുതര വീഴ്ച. വെള്ളക്കെട്ട് പരിഹരിക്കാൻ പണം അനുവദിച്ചത് കഴിഞ്ഞ ദിവസം മാത്രം. പ്രളയസാധ്യത ഒഴിവാക്കാനുള്ള പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർ സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ഇവരുമായി വിനോദ് ചേരുകയാണ്. വിനോദ്, മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ, മുന്നൊരുക്കങ്ങൾ യാതൊന്നുമേ നടന്നിട്ടില്ല എന്നതിന് കൃത്യമായി തെളിവുകൾ തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് പണം അനുവദിച്ചത് എന്നിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ഫണ്ട് അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫണ്ടില്ലാതെ, പണമില്ലാതെ എങ്ങനെ ഈ പ്രവർത്തികൾ നടത്തും എന്ന കാര്യത്തിൽ വലിയ ആശങ്കയിലാണ് ഈ സ്ഥാപനങ്ങളും ബന്ധപ്പെട്ടവരുമൊക്കെ. അതുകൊണ്ട് തന്നെ ഇവിടെയും യാതൊരിടത്തും ഒരു കാര്യവും, ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നതിൻ്റെ സ്ഥിരീകരണം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളും ജനങ്ങളുടെ ദുരിതാവസ്ഥയും, അല്ലേ? തീർച്ചയായും സുരേഷ്, നമുക്കറിയാം മഴക്കാല പൂർവ്വ ശുചീകരണം സംസ്ഥാനത്ത് നടന്നിട്ടേ ഇല്ല. ഓടകളും പൈപ്പുകളും ഒന്നും വൃത്തിയാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് ഉണ്ടായിരുന്നില്ല എന്നതാണ് പരമാർത്ഥം. പക്ഷേ ഇതൊക്കെ നമ്മൾ കൃത്യമായി വാർത്തകൾ നൽകിയതുമാണ്. ഇത്തരം പ്രശ്നങ്ങൾ തലസ്ഥാന ജില്ലയിലടക്കം ജനങ്ങളേറെ ദുരിതത്തിലാകുന്നു, റോഡുകളെല്ലാം വെള്ളക്കെട്ടിലാകുന്നു. ഈ ഒരു അവസ്ഥ കണ്ടപ്പോഴാണ് കഴിഞ്ഞ ദിവസമാണ് സർക്കാർ ഇതിനു വേണ്ടി ഫണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കുന്നത്. ജില്ലാ കളക്ടർ, തിരുവനന്തപുരം ജില്ലാ കളക്ടർ വിളിച്ചുകൂട്ടിയ യോഗത്തിൽ പോലും പറയുന്നുണ്ടായിരുന്നു, ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല, ഇതിനുവേണ്ടി ഒരു ഫണ്ടും സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം കളക്ടർ സ്ഥിരീകരിച്ചിരുന്നു. അങ്ങനെയുള്ളപ്പോഴാണ് സർക്കാർ കഴിഞ്ഞ ദിവസം മാത്രമാണ് ഇതിനുവേണ്ടി ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കാതെ പോയ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അത് മാത്രമല്ല, ആഴ്ചകൾക്ക് മുമ്പ് തന്നെ കാലാവസ്ഥാ വകുപ്പ് കൃത്യമായ നിരീക്ഷണം, കൃത്യമായ നിഗമനം അവർ നൽകിയിരുന്നു. വലിയ മഴയാണ് വരാൻ പോകുന്നത്, വേനൽ മഴ ശക്തമാകും തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പും സർക്കാരിന് ലഭിച്ചിരുന്നു. എന്നിട്ട് പോലും സർക്കാർ ഒരു രൂപ പോലും അനുവദിച്ചിരുന്നില്ല. ഓരോ തദ്ദേശ സ്ഥാപനങ്ങൾക്കും മഴക്കാല ശുചീകരണത്തിന് സർക്കാർ നൽകേണ്ടത് 30,000 രൂപ വീതമാണ്. പക്ഷേ ഈ പണമൊന്നും സർക്കാർ നൽകാതെ പോയതുകൊണ്ട് സംസ്ഥാനത്തെ മഴക്കാല പൂർവ്വ ശുചീകരണം എല്ലാം താളം തെറ്റിയ നിലയിലാണ്. അതുകൊണ്ടാണ് തലസ്ഥാന ജില്ലയിലടക്കം ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭരണാധികാരികൾ ജനങ്ങളുടെ അമർഷവും വിരോധവും എല്ലാം നേരിടുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ ഈ സർക്കാർ സംവിധാനങ്ങളൊക്കെയും ആരും ആവശ്യപ്പെടാതെ തന്നെ ആ പണം അനുവദിക്കേണ്ടതാണ്, നടപടികൾ കൈക്കൊള്ളേണ്ടതാണ്. കാരണം ജനങ്ങൾക്ക് വേണ്ടിയാണ് സർക്കാർ നിലകൊള്ളേണ്ടത്. പക്ഷേ അതൊന്നും ചെയ്യാത്ത ഘട്ടത്തിലാണ് ജില്ലാ ഭരണാധികാരികൾക്ക്, ജില്ലാ കളക്ടറടക്കം ഇതുമായി ബന്ധപ്പെട്ട് എങ്ങും എത്തിയിട്ടില്ല എന്നതടക്കമുള്ള കത്ത് നൽകേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടാകുന്നു. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കളക്ടർ കത്ത് നൽകിയതിന് ശേഷം മാത്രമാണ് തുകയെങ്കിലും അനുവദിക്കാൻ കഴിഞ്ഞത്, അല്ലേ? ജില്ലാ കളക്ടർ, നമുക്കറിയാം ജില്ലയുടെ പ്രധാനപ്പെട്ട ഭരണാധികാരിയാണ് ജില്ലാ കളക്ടർ. അദ്ദേഹമാണ് ഇതിനെ സംബന്ധിച്ച കത്ത് സർക്കാരിന് നൽകുന്നത്. കാരണം ഇതിനുവേണ്ടി ഫണ്ട് അനുവദിക്കാൻ കഴിയുന്നില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം ജില്ലാ കളക്ടർ രേഖാമൂലം അറിയിക്കുകയാണ്. അപ്പോഴാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കാൻ സർക്കാർ തീരുമാനിക്കുന്നത്. നമുക്കറിയാം ഭരണ സ്ഥിരാകേന്ദ്രമാണ് തിരുവനന്തപുരം. അവിടെ ആ ജില്ലയിൽ പോലും ഇതിനുള്ള ഫണ്ട് അനുവദിക്കുന്നതിൽ പോലും സർക്കാർ കടുത്ത അനാസ്ഥയാണ് കാട്ടിയിട്ടുള്ളത്. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. തദ്ദേശ സ്ഥാപനങ്ങളുടെ മന്ത്രിമാരടക്കം വിദേശയാത്രയും ഉല്ലാസയാത്രയും നടത്തുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ഈ വെള്ളക്കെട്ടിൽ അവർ ദുരിതം അനുഭവിക്കുകയാണ്. നമുക്കറിയാം തിരുവനന്തപുരത്തെ MLA VK പ്രശാന്ത് കഴിഞ്ഞ ദിവസം സിനിമ കണ്ടിട്ട്, മമ്മൂട്ടിയുടെ സിനിമ ടർബോ കണ്ടതിന് ശേഷം ടർബോ സിനിമ എങ്ങനെയുണ്ട് എന്ന് സോഷ്യൽ മീഡിയയിൽ ചോദിച്ചപ്പോൾ സാധാരണക്കാർ അതിന്റെ താഴെ പൊങ്കാല ഇട്ടത് നമ്മൾ കണ്ടതാണ്. അതായത് തലസ്ഥാനത്തെ വെള്ളക്കെട്ടിനെക്കാളും ഒന്നും മുകളിലല്ലല്ലോ, കാരണം ആ ദുരന്തത്തിനൊന്നും മുകളിലല്ല ഈ സിനിമ എന്ന് പറഞ്ഞ് പ്രശാന്ത് MLA അടക്കം നാട്ടുകാർ ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ചിട്ടും ഇതൊന്നും അധികാരികൾ കാണാതെ പോവുകയാണ്. അപ്പോഴാണ് ഏറ്റവും അവസാനം ഇപ്പോൾ ഫണ്ട് അനുവദിക്കുന്നത്. ഇനി ഈ ഫണ്ട് കൊണ്ട് എന്ത് കാര്യം? ഈ പൈസ കൊണ്ട് ഇനിയും ശുചീകരണവും ഈ വെള്ളക്കെട്ടും ഒക്കെ എങ്ങനെ ഒഴിവാക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം തന്നെ. KP.